ഇതാണ് പാമ്പൻ പാലം. ഈ പാലത്താണോ പണ്ട് ട്രെയിൻ മറിഞ്ഞേ? ഇവിടെ കാണുന്നത് പണ്ടത്തെ പാലം, അപ്പുറത്തത് പുതിയ പാലം പണി കഴിഞ്ഞല്ലേ? എന്താ ട്രെയിൻ വരുന്നത് നോക്കിയാ? ആൻഡ് ഇവിടെ രണ്ട് സൈഡിലും കടലാണ് ഗൈസ്. നമ്മൾ ഈ പാലം കടന്ന് ചെല്ലുന്നത് രാമേശ്വരത്തേക്കാണ്. അവിടെ ഒരു പീസ് ഓഫ് ലാൻഡ് കാണുന്നില്ലേ? ആ പീസ് കണ്ടില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാണുന്നതാണ് രാമേശ്വരം. നമ്മൾ അങ്ങനെ അവിടേക്കാണ് പോകുന്നത്. ഷിജിൻ ഫോട്ടോഗ്രാഫറായി ഇവിടെ വന്നിട്ട് പൈസ വാങ്ങും 50 രൂപ. അപ്പോ നമ്മൾ രാമേശ്വരത്തേക്ക് എത്താറായിട്ടുണ്ട്. അതിരാവിലെ പോകണമെന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ എണ്ണീക്കാൻ പറ്റിയില്ല. ഇന്നലത്തെ യാത്രാ ക്ഷീണവും മിനിഞ്ഞാന്നത്തെ ഉറക്കമില്ലായ്മയും എല്ലാം കൂടെ കുറച്ച് അധികം ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് ഉറക്കം തികഞ്ഞില്ല. സ്റ്റിൽ ഉറക്കം വരുന്നുണ്ട്. നമുക്ക് സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് നമ്മൾ പുറപ്പെട്ടു. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറഞ്ഞ ഇന്നത്തെ പരിപാടി? ആ ബ്രിഡ്ജ് കണ്ടോ? ആ ബ്രിഡ്ജ് കപ്പൽ വരുമ്പോൾ പൊങ്ങും കൈ പൊങ്ങിയിട്ട് അതിന്റെ ഇടയ്ക്കൂടെ കപ്പലിനെ കടത്തി വിടും. ഷിജിന് രാമസേതു എന്താണെന്ന് അറിയില്ല, നമുക്ക് കഥ പറഞ്ഞെടുക്കാം. രാമായണം നടക്കുന്ന കാലഘട്ടത്തിൽ രാമന്റെ ഫാദറിന്റെ സെക്കൻഡ് വൈഫിന് കൊടുത്ത പ്രോമിസ് പ്രകാരം രാമനെ വനവാസത്തിന് വിടും. അപ്പൊ രാമനും സീതയും കൂടെ വനവാസത്തിന് പോയി. അപ്പൊ ആ ടൈമിൽ രാമൻ അടുത്തുള്ളപ്പോ രാവണന് വന്ന് തട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷെ രാമൻ ഭയങ്കര പവർഫുൾ ആണ്. രാവണൻ സ്വർണ്ണമാനിനെ വിട്ടു. അപ്പൊ സ്വർണ്ണമാനിനെ സീത കണ്ടു. സീത പറഞ്ഞു എനിക്ക് സ്വർണ്ണമാനിനെ വേണം. അപ്പം രാമൻ മാനിനെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ രാവണൻ വന്നിട്ട് സീത തട്ടിക്കൊണ്ടുപോയിട്ട് ശ്രീലങ്ക പോണല്ലോ. രാവണന് എന്താണ് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ രാവണനും സീതയും കൂടെ ഓൺ എയർ ശ്രീലങ്കയിൽ പോയി. രാമന് രാജ്യമില്ല, പ്രൈവറ്റ് ജെറ്റ് ഇല്ല. അപ്പൊ രാമന് കടൽ ക്രോസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തു? രാമനും ലക്ഷ്മണനും പിന്നെ രാമന്റെ കൂട്ടുകാരൻ ഹനുമാന്റെ ഫ്രണ്ട്സ് ബാക്കി കുരങ്ങന്മാരും കൂടെ വന്നിട്ട് ഇന്ത്യ ടു ശ്രീലങ്ക പാലം പണിതു. ആ പാലമാണ് രാമസേതു. എന്നിട്ട് അവര് രാമസേതുവിൽ കയറി ശ്രീലങ്കയിൽ ചെന്ന് ശ്രീലങ്ക കത്തിച്ചു. ഗൈസ്, ബോട്ടിംഗ് ക്ലോസ്ഡ് ഡ്യൂ ടു സ്ട്രോങ് വിൻഡ്സ്. ബോട്ടിംഗ് ഹാസ് ബീൻ സസ്പെൻഡഡ് ടുഡേ ഫോർ സേഫ്റ്റി റീസൺസ്. സ്ട്രോങ് വിൻഡ്സ് ഒന്നും കാണുന്നില്ല, പക്ഷെ ബോട്ടിംഗ് ക്ലോസ്ഡ് എന്ന ബോർഡ് ഉണ്ട്. ഇവിടെ ഡോൾഫിൻസ് ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അതിന് ഭാഗ്യമില്ല. ഇത് ചെലന്തി ഉണ്ട് ഇവിടെ. രാമേശ്വരം ഓർണമെന്റൽ ടാറാന്റുല. ഗൈസ്, ചെലന്തിയെ കാണുവാണെങ്കിൽ നോക്കണേ, നമുക്ക് വ്ലോഗ് എടുക്കാം. 2 പ്ലാൻ നമ്മുടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ബോട്ടിങ്ങും ഫ്ലോപ്പായി, ഐലൻഡിൽ പോക്കും ഫ്ലോപ്പായി. നമ്മള് വരുന്നില്ല, ഫ്ലോപ്പ് ആവുന്നല്ലോ. ഗൈസ്, ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആണ്. റോഡിന്റെ എൻഡ് എത്താറായിട്ടുണ്ട്. ഫൈനലി നമ്മൾ ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും എൻഡില് ലാസ്റ്റ് റോഡിന്റെ അവസാനം നമ്മൾ കാണിച്ചു തരാം. അയ്യോ, മഴയായല്ലോ. അവസാനം കാണുന്നത് പിന്നെ കാണാം. കുറച്ച് താമസമുണ്ട്. മഴ കാരണം നമ്മൾ അവസാന റോഡ് കാണാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു മിനി സ്റ്റുഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്ത് അപ്പം തന്നെ പ്രിന്റ് എടുത്ത് തരും. കറക്റ്റേ, പഴയ പോലെ ഫ്ലെക്സിബിലിറ്റി ഇല്ല ഗൈസ്, പണ്ടും ഇല്ലായിരുന്നു. പൊക്കത്ത് നിന്ന് നല്ല രസമുണ്ട് ഗൈസ്. ക്യാമറയിൽ അത്ര ഭംഗിയില്ലല്ലോ, അതെന്താ? ഇനി ഞാൻ എടുക്കുന്നുണ്ടാവും. കടലിന്റെ മാത്രം ഫോട്ടോ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാന്ന്? ഈ സാധനം കടൽ ഒന്നിച്ച് കിട്ടണം. ഒരു ഡ്രോൺ കൊണ്ടുവരണമായിരുന്നു. നമുക്ക് ഈ ഫോൺ ക്യാമറ ഓണാക്കി മേപ്പോട്ട് എറിയാം. നല്ലൊരു ഓപ്ഷൻ. അതെ അതെ അതെ, നിന്റെ നല്ല ക്യാമറയാന്നല്ലേ നീ മുമ്പേ പറഞ്ഞേ. നിന്റെ ക്യാമറയിൽ സൂപ്പർ ആയിട്ട് എന്തോ കിട്ടിയെന്ന് നീ മുമ്പേ പറഞ്ഞല്ലോ. കിട്ടിയില്ല. എന്റെയാ? ഓക്കെ, അത് നോക്ക്. ആ മേഘം കാണാൻ നല്ല രസമില്ലേ? കുഴപ്പമില്ലെന്നോ? കൊക്കിരിക്കുന്നതാണ് നല്ല രസമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. നമുക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു, കൊള്ളായിരുന്നല്ലേ? കൊക്കിന്റെ കൂടെ ചില്ല് ചെയ്യായിരുന്നു. നമുക്ക് കൊക്ക് എന്ത് സമാധാനത്തല്ലേ ഇരിക്കുന്നത്. ഇത് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊക്കിന് അത്ര സമാധാനം. ഇവിടെ മൊത്തം നമ്മളെ പോലെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് സമാധാനം ഇല്ല. ഇനി എന്താ ഇവിടെ ഉള്ള? ഇവിടെ ഇത് കാണാൻ ഇത്ര ദൂരം വണ്ടി പിടിച്ചു തന്നെ. റേഞ്ച് പോലും ഇല്ല വല്ലതും മേടിക്കാനായിട്ട്. അതെ, ചോളം എപ്പോഴും തിന്നുന്നല്ലേ. ഇവിടെ സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത്? 190 രൂപയില്ലേ? യെസ്, 390 രൂപയുണ്ട്. അവിടെ തൊണ്ടറാം മീൻകറിയും ചോറും കിട്ടുന്ന കടയുണ്ട്. 290 രൂപയ്ക്ക് കിട്ടുന്ന സാധനം തരാൻ പറയാം. മുട്ട പോലെ ഉണ്ടല്ലേ. ഇതെന്താ സാധനം? ഇത് തിന്നാൻ പറ്റും ഗണപതിയെ? ഓ, റെസിൻ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, എനിക്ക് പോട്ടെ, തിന്നണ്ട. കബഡി. എടാ, ഇത് കൊള്ളാലോ. ഒക്കെ ഇതെവളോ? എനിക്കിത് தெரியாது ഇങ്ങനെ കുത്താൻ. ഇതെല്ലാം വെച്ചോ. ഗൈസ്, എനിക്ക് ലെങ്ത് ഭയങ്കര കുറവ്, അതുകൊണ്ട് അത് ഇരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളത് വാങ്ങുന്നില്ല. കാരണം ഇതുകൂടെ. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 0 നെറ്റ്വർക്ക് ഏരിയ ആണ്. ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. അഥവാ നിങ്ങൾക്ക് ഏതോ സാഹചര്യത്താൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയാലും ഇവിടെ ആരും ഗൂഗിൾ പേ എടുക്കൂല. നോ ഗൂഗിൾ പേ, ഓൺലി ക്യാഷ് ഡീലിംഗ്സ് ഹിയർ. അതുകൊണ്ട് നിങ്ങൾ മതിയായ ക്യാഷ് കൊണ്ടുവരാം. ആകെ 290 രൂപ കയ്യിലുള്ളായിരുന്നു. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമായിരുന്നു. ഇനി ഞാൻ അതും വന്നോ?
നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ ആയിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ പെരിയ മീൻ വാങ്ങി കഴിച്ചേനെ. ഇവിടെ റേഞ്ച് ഇല്ല, ക്യാഷ് ഇത്രയ്ക്ക് അത്യാവശ്യമായി വരും എന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ ആംബിൾ എമൗണ്ട് ഓഫ് മണിയും കൊണ്ട് വന്നേനെ. അതെ, അവസാനം നമ്മൾ നുള്ളിപ്പറക്കി കാറി കിടന്ന കോയിൻ മൊത്തം വാരി പറക്കി 220 രൂപ കറക്റ്റ് എമൗണ്ട്. 120 രൂപ മീൽസിനും 100 രൂപ നമ്മൾ സെലക്ട് ചെയ്ത ഫിഷിനും. അങ്ങനെ നുള്ളിപ്പറക്കി കൊടുത്തു. അവിടുത്തെ അണ്ണൻ ചോദിച്ചു വെള്ളം കുടിക്കാനൊക്കെ പൈസ വേണമെന്ന്. നമ്മൾ പറഞ്ഞു വേണ്ട, ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വല്ലതും പൈസ വേണോ, പൈസ ഉണ്ടോ എന്നൊക്കെ. ബ്ലോഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ധനുഷ്കോടി വരുമ്പോ കുറെ പൈസ കൊണ്ട് വരിക. വർണ്ണയാണ് തെറ്റിച്ചേ. വർണ്ണയുടെ കേസ് സ്റ്റഡി വർണ്ണ കുറെ വ്ളോഗേഴ്സിനെ കണ്ട്. ഇവര് ഏതൊക്കെ വ്ളോഗേഴ്സ് ആണെന്ന് എനിക്കൊന്നറിയാം. വർണ്ണ കണ്ട വ്ളോഗർ പറഞ്ഞു ഇവിടെ ഫുഡ് കിട്ടൂല, കഴിക്കാൻ ഒന്നും കിട്ടൂല, ഇവിടെ നിറച്ച് ഫിഷ് മീൽസ് കിട്ടുന്ന കടകള്. തിന്നാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ലിക്വിഡ് മണി കയ്യിൽ വേണം. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല എന്നുള്ള ഇൻഫർമേഷൻ വർണ്ണ കണ്ട വ്ളോഗേഴ്സ് ആരും പറഞ്ഞില്ല. അതാ നോക്കൂ, നമ്മൾ കാണാൻ വന്ന റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഗൈസ്, ഇവിടെ എന്തോ ഒരു അമ്പലം പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. തമിഴ് അറിയാത്തത് കാരണം ഈ ബോർഡൊന്നും വായിക്കാൻ അറിഞ്ഞൂടാ. കൊള്ളാല്ലേ? ഇതെല്ലാം പാർട്ട് ഓഫ് ഗോസ്റ്റ് ടൗൺ ആണ്. പാളം പൊക്കോണ്ടിരുന്ന ഇതിലാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. ഇതിലാണ് ട്രെയിൻ പൊക്കോണ്ടിരുന്നതാണ് നമ്മുടെ ധാരണ. എടാ, അത് നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ. ട്രെയിൻ പാളം പോയ വഴി നല്ല രസമുണ്ട്. ഇതായിരുന്നു ഗൈസ് ഇന്ത്യയിലെ ഏറ്റവും എൻഡിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എന്തിനായിരുന്നു റെയിൽവേ സ്റ്റേഷൻ? അച്ചൂട്ടൻ ചരിത്രം അറിയാം, പറഞ്ഞു കൊടുക്കും. അതായത് അച്ചൂട്ടന്റെ അസംഷൻസ് പറഞ്ഞു തരും. നേരത്തെ പറയുന്നതനുസരിച്ചാണ് ശ്രീലങ്കയോട്ട് മറ്റേ ചരക്ക് ഇതിനായിട്ട് ബോട്ട് ഇത് പോകുന്നുണ്ടായിരുന്നു അങ്ങോട്ട് അടുത്തായോണ്ട് തന്നെ. ശ്രീലങ്കയിലേക്ക് അയക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആയിരുന്നു. അല്ല, ആൾക്കാരും ഉണ്ടായിരുന്നു, ചരക്ക് മാത്രമല്ല, മെയിൻലി ഗുഡ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം വന്നത്. ഞാൻ ഏത് പടത്തിലെ സംഭവം കണ്ടതാണ് ഇങ്ങനെ ആൾക്കാർ ഇതിൽ ഈ ട്രെയിനിൽ പോകുന്ന സീനോ, അപ്പൊ ഇവിടെ സുനാമി വന്നു ഏതോ ഒരു സീരീസോ സിനിമയിലോ കണ്ടതാണ്. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്. ഇവിടെ സുനാമി വന്ന് ഈ ബിൽഡിങ് റെയിൽവേ സ്റ്റേഷനിലെല്ലാം പോയിന്ന്. എനിക്ക് അതല്ലാതെ നോ അറിവ് ഓഫ് ദിസ് ഏരിയ. ഈ സ്ഥലം ഫുള്ള് വേസ്റ്റ് ആണ് ഗൈസ്. ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാലും ഫുള്ള് വേസ്റ്റ് സാധനങ്ങളൊക്കെയാ. കണ്ടമാനം വേസ്റ്റ് ഉണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവര് മറ്റേ പ്ലാസ്റ്റിക് ചാർജ് എന്നൊക്കെ പറഞ്ഞ് 20 രൂപ എന്തോ ആരാണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ മൊത്തം സീനാണ്, ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. പിന്നെ എന്തിനാണോ ഒരു പൈസ ഒക്കെ വാങ്ങുന്നത് അതറിഞ്ഞൂടാ, എന്തായാലും വാങ്ങുന്നുണ്ട്. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ റൂയിൻസ് ആണ് കേട്ടോ. എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ല കേട്ടോ. എല്ലാവരും അവിടുത്തെ മെയിൻ ബിൽഡിംഗ് ഉള്ള ഏരിയ ഇല്ല, അവിടെ ചുറ്റി കറങ്ങി നിൽക്കുക. ഇങ്ങോട്ടൊന്നും ആരും ഇല്ല. ഇവിടെ എല്ലാം പക്ഷേ കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട്. അത് കണ്ടോ, ഇതിനുള്ളിലോട്ട് അങ്ങോട്ട് ബിൽഡിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. അവിടെ ബീച്ച് പോലെ ചെറിയ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഇതെന്താ സെറ്റപ്പ്? ഇതെന്താ സാധനം എന്നറിയില്ല, പക്ഷെ ഇതാ തുരങ്കം പോലെ അങ്ങേ അറ്റം വരെ ഒരു സാധനം ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് നിങ്ങളെ നോക്കാം അവിടുന്ന്. ഓക്കെ, വെയിറ്റ് ഹിയർ, ലെറ്റ് മീ എക്സ്പ്ലോർ. ഈ ചെടിയിൽ മുള്ളുണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കാം. അവിടെ വരെ പോകാൻ എനിക്ക് വയ്യ. ഇവിടെ മൊത്തം ഹ്യൂമൻ ഷിറ്റടക്കം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മതിയായി. എക്സ്പ്ലോറേഷൻ ഇല്ല ഗൈസ്, ഞാൻ എക്സ്പ്ലോറേഷൻ ക്യാൻസൽ ചെയ്തു. അതെ, ഓൺ ദ വേ ഹ്യൂമൻ ഷിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മുക്ക് ഭയങ്കര ഫോഴ്സ്. അയ്യോ, എന്താ രാമേശ്വരം ടു തലൈമന്നാർ. ഈ അറ്റത്തുള്ള ഇത് സുനാമി കഴിഞ്ഞുള്ളത്, ഇത് സുനാമി കഴിഞ്ഞുള്ളതാണ്. വിഷ്വൽസ് ഉണ്ടോ നോക്കാല്ലേ? നമ്മുടെ പത്തനംതിട്ടയെക്കാളും തിരുവനന്തപുരം ഡെവലപ്ഡ് ആയിരുന്നു. ഇവിടെ ശരിക്കും നടക്കാം. ഇത് ആഴൊന്നുമില്ല കേട്ടോ. നടന്നു പോയാൽ അങ്ങോട്ട്. ആ ചേട്ടനെ നോക്ക്, ചേട്ടൻ നടക്കുന്ന നോക്ക്. ചേട്ടൻ ഇവിടെ അങ്ങായിരുന്നു, ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ വരെ വന്നു. പുള്ളി മീൻ പിടിക്കുക, ഞണ്ട് പിടിക്കുക എന്ന് തോന്നുന്നു. ഇതെനിക്ക് വേണം, ബേബിക്ക് കൊടുക്കാം. എത്രണ്ണം കിട്ടി? പ്രേമവതി. കൊള്ളാം. കാശ് കൊടുത്ത് വാങ്ങുന്ന ഗിഫ്റ്റിനേക്കാൾ നീ ഇങ്ങനെ ബീച്ചിൽ വന്ന് കഷ്ടപ്പെട്ട് നുള്ളിപ്പറക്കിയ ഗിഫ്റ്റിനാണ് വില കൂടുതൽ. അങ്ങനെയല്ലേ? അതെ. അതിസാഹസ്യമായിട്ട് തിരമാലകളുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഞാൻ പറക്കിയെടുത്തതെന്ന് പറയാം അല്ലേ? ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള സാധനം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പഴയ പോസ്റ്റ് ഓഫീസ്. ഇതെന്താ? ഓട്ടോമാറ്റിക് വാട്ടറോ? അതിനകത്ത് കടലിൽ നിന്ന് വെള്ളം വന്ന് ഇറങ്ങി. ഫ്ലോട്ടിംഗ് സ്റ്റോൺ. ഓക്കെ, അത് വെള്ളമാണ് ഗൈസ്. അത് പ്രോപ്പറായിട്ട് ഇതിൽ കിട്ടൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ട് കിട്ടൂല. അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുക. പണ്ടത്തെ ചർച്ച് ഇതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനം. രാമർ ടെമ്പിൾ. ഇതാണ് അപ്രതീക്ഷിതമായി പോയത് മെഡിക്കൽ കോളേജ്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ഒക്കെ കാണണമെങ്കിൽ അത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ അവിടെ മറ്റേ പോർട്ട് സാധനമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ടായിരുന്നു എന്നത് ഒരു അതിശയിപ്പിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ
അത്രയ്ക്കും സീൻ സ്ഥലമായിരുന്നു ഇത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ലോസ്റ്റ് ദാറ്റ്. യാ